നിന്നോട് അന്നേരെ പറഞ്ഞതല്ലേ കുറച്ചുകൂടി സ്പീഡിൽ നടക്കാൻ. ഇതിപ്പം ബസ്സും മിസ്സായി. ഇനി അടുത്ത ജംഗ്ഷൻ വരെ നടക്കുകയും വേണം. എന്നെ കൊണ്ടൊന്നും വയ്യ പണ്ടാരടങ്ങാൻ. അത് നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാടി. എന്താ മിണ്ടിപ്പോരുത്, റോഡ് വാക്ക. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു ബസ് മിസ്സാവൂന്ന്. ഇങ്ങനെ അനങ്ങി നടന്നാ പിന്നെ ബസ് മിസ്സാവത്തില്ലേ. ഇതിപ്പോ ഇനി വീട് ചെല്ലുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അതോർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ വേണം നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. എന്നിട്ട് നീ വിനോറ്റയ്ക്കാന്ന് പറഞ്ഞ തിരിച്ച് നിന്നെ ഞാൻ കൊണ്ടാക്കാൻ വരണം. ഒന്ന് പോടി. എടി കൃതി, അയ്യോ കിണുങ്ങല്ലേ കൂടുതല്, ഇങ്ങോട്ട് നടക്ക്. എന്തോന്നാ ഇത്? ഇവനൊക്കെ മാനത്ത് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? മേത്ത് മൊത്തം ഇത്ര ചെളിയാക്കിയിട്ട് ഒരു സോറി പോലും പറയാണ്ട് വണ്ടി കൊണ്ട് പോന്ന് നോക്കും പന പട്ടി. ചേട്ടാ ഇവിടെ മഹാദേവ് തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? രണ്ടു ഉണ്ടക്കണ്ണും വെച്ച് മാനത്ത് നോക്കി വണ്ടി ഓടിക്കുന്നവൻ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിട്ട്. അവൻ ഇവനെന്നൊക്കെ വിളിച്ചുണ്ടല്ലോ, സൂക്ഷിച്ച് സംസാരിച്ചോ. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്യോടോ? എന്നെ പിടിച്ച് മൂക്കി കയറ്റുവോ? ചിലപ്പം കയറ്റിന്നൊക്കെ വരും. എങ്കിൽ പിന്നെ കാണട്ടെ. ഇതൊക്കെ എവിടുന്ന് കയറി വരുന്നാവോ? എടി ഒന്ന് മതിയാക്ക്, വാ പോവാം. നീ ഒന്നും മിണ്ടാതിരി. അല്ല, ഈ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കാര്യമില്ലാണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വരുന്ന എന്തിനാ? അത് ചേട്ടൻ ചേട്ടനോ? ചേട്ടനല്ല, കോട്ടൻ. ഇതിനെ കുറിച്ച് മാറ്റിക്കേ, എനിക്കതിനെ ഇഷ്ടാവുന്നില്ല. അയ്യോ, താൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. താൻ ആദ്യം ഇതിന് സമാധാനം പറ. ഇതിന് താൻ മാന തൂക്കി വണ്ടി ഓടിച്ചതിന്റെ ഫലമായിട്ടാ ഞങ്ങൾ ഈ കൊലത്തിൽ നിൽക്കുന്നേ. എന്താടോ ഇത് കണ്ടിട്ട് തനിക്കൊന്നും ഇല്ലേ പറയാൻ? ഇവള് പരക്കെ നോക്കി നടന്നാ ചിലപ്പോ ഇങ്ങനെ പറ്റിന്നൊക്കെ വരും. വണ്ടി വരുന്നത് കാണാൻ നിന്റെ മുഖത്തും കണ്ടില്ലായിരുന്നോ? അപ്പൊ നീ മാറി നിൽക്കണമായിരുന്നു. അല്ലാണ്ട് താൻ എന്താ പൊട്ടനാണോ? പുറകെ കൂടെ വരുന്ന വണ്ടി ഞാൻ എങ്ങനെ കാണാനാ? കാണാൻ വേണ്ടിട്ടാ ഹോൺ അടിക്കുന്നേ. അപ്പൊ തിരിഞ്ഞു നോക്കി ഒതുങ്ങി നടക്കണം. എടോ താനിതെന്ത് കൊച്ചെ, ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വല്ലതൊക്കെ പറഞ്ഞു പോകും. അവസാനം പിന്നെ തനിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ പിന്നെ താനൊന്ന് പറയണോ? ഇതൊരു നടക്ക് പോത്തില്ല. എടി പെണ്ണെ, വേണ്ടാന്ന് വെക്കുന്നെന്നും പറഞ്ഞ് എന്റെ തല കേറി കിടന്നും താളം വെക്കാൻ നോക്കല്ലേ. ഞാൻ ആരാന്നും പറഞ്ഞ? താൻ ആരായാലും എനിക്കെന്താ? താനിവിടുത്തെ മുഖ്യമന്ത്രി ഒന്നുമല്ലല്ലോ. വന്നിക്കുന്നൊരു പരട്ട നിന്റെ മറ്റവനടി. കൂടുതൽ നാവിട്ട് ചിലച്ച ആ നാവ് ഞാൻ പിഴുതെടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അത്രക്കായോ? എങ്കിൽ പിന്നെ താനൊന്ന് ചെയ്യടോ. എന്റെ പൊന്ന് കൃതി, ഒന്ന് നിർത്തടി. എന്ത് നിർത്താൻ? നീ ഇയാള് പറയുന്ന കേട്ടില്ലേ? തെറ്റ് ഇയാളുടെ ഭാഗത്തായിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? നിന്റെ വായി കിടക്കുന്ന നാക്ക് നേരെയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സോറിയും പറഞ്ഞാലും നിങ്ങളെ എവിടാന്ന് വെച്ചാൽ ഡ്രോപ്പും ചെയ്തേനെ. ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ. നീ എന്നെ തന്റെ വണ്ടി ഒന്ന് അടുത്തൂടെ പോയപ്പോഴേ ഇങ്ങനെ. ഇനി തന്റെ വണ്ടിയിൽ കയറിയിട്ട് വേണം തനിക്ക് ഞങ്ങളെ മനുഷ്യന്റെ മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ചെകിട്ടടിച്ച് ഞാൻ പൊളിക്കും. കൃതി
പിടിച്ചോണ്ട് പോവച്ചേ ഇതിനെ, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ. ചെറ്റ. എന്തുവാ? ചെറ്റേന്ന്. ഡി പോടാ. നിന്നെ ഞാൻ പിന്നെടുത്തോളാടി ഉണ്ടക്കണ്ണി. ഓ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. വീട് അലങ്കോലപ്പെടുത്താൻ പറ്റത്തില്ല, വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. പിന്നെ എനിക്കൊരു മോളാ ഉള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും കൂടെ കൂടെ അങ്ങോട്ടേക്ക് കയറി വരാനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം. നിങ്ങൾ 3 പുരുഷന്മാർ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ പറയാ, വേറെ പ്രശ്നത്തിനൊന്നും നിൽക്കരുത്. ഒന്നാമതേ ഈ വീട് വാടകയ്ക്ക് തരുന്നതിനോട് സിദ്ധാർത്ഥിന് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഞാൻ കാലും കൈയും പിടിച്ചിട്ടാ, വെറുതെ കിടന്ന് നശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോണില്ല. ഉണ്ടാവാതിരുന്നാ നിങ്ങക്ക് കൊള്ളാം. അല്ല, ഈ പറഞ്ഞ സിദ്ധാർത്ഥ് നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് എല്ലാം ബ്രോക്കർ വഴിയായ കാരണം വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഹസ്ബൻഡ് അല്ല, എന്റെ ബ്രദറായിട്ട് വരും. ഓ, ആയിട്ട് വരുമല്ലേ? നിങ്ങളുടെ ബ്രദർ അല്ലേ കിടപ്പിലാണെന്ന് പറഞ്ഞ്? എനിക്ക് പുള്ളിയെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആൻഡോ, ചാച്ചൻ ഇതുപോലുള്ള സ്ത്രീകളുടെ നിഴലടിക്കുന്നത് പോലും ഇഷ്ടമല്ല. പുള്ളി ചെറുതായിട്ട് പാനിക്കാവും. കൈവിട്ട് പോയാൽ പിന്നെ ഞങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുറത്തുനിന്നുള്ളവരെ ആരെയും തന്നെ ഞങ്ങൾ ചാച്ചനെ കാണിക്കാറില്ല. അത് പിന്നെ വേറെ ഒന്നും വിചാരിക്കല്ലേ, പണ്ട് ഇതുപോലൊന്ന് കണ്ടതിന്റെ ഫലമായിട്ടാ അവൻ ഇപ്പോഴും കിടന്ന്. ഓ, പുള്ളിക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നിങ്ങളിവിടെ താമസിക്കുന്നതായോണ്ടൊന്ന് കണ്ടിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിനും താങ്ക്സ്. അപ്പൊ ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് വന്നാൽ മതി. ശരി. അതെന്താ അവരങ്ങനെ പറഞ്ഞിട്ട് പോയേ? അവിടെ ഇവരുടെ മോളുള്ളോണ്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എപ്പോഴും അങ്ങോട്ടേക്ക് വലിഞ്ഞേറി ചെല്ലണ്ടെന്നാ പറഞ്ഞിട്ട് പോയത്. ഓ, അങ്ങനെ. അല്ലേ തന്നെ ആര് പാമ്പോന്ന്? ഇവരുടെ മോളല്ലേ, അതിന്റെയും കയ്യിലിരിപ്പ് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വേറെ പണിയില്ല. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്താ ലേറ്റായേ? ഓ, ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് ഒരു നരുന്ത് പെണ്ണുമായിട്ട് അടി ഉണ്ടാക്കേണ്ടി വന്നു. നീ ഇവിടെ വന്നും തുടങ്ങിയോ? അത് എന്റെ ഭാഗത്തൊന്നും തെറ്റ്, ആ പെണ്ണിന്റെ ഭാഗത്താ. മോനെ, എനിക്ക് നിന്നെ അറിയാത്തൊന്നും അല്ലല്ലോ. അല്ല, ചാച്ചൻ എന്തെടുക്കുന്നു? ചാച്ചൻ ചാച്ചുന്നു. ഓ, ആണല്ലേ. അതെ അതെ, അവനാണ്. വേടങ്ങട്. പൊന്നു, എന്താടി? എന്താ പ്രശ്നം? പ്രശ്നം കുറച്ച് ഗുരുതരവാ. എന്താ പറ്റിയേ? എന്താടാ, എന്താ കാര്യം? അത് ഞാൻ പറയാം. നിങ്ങൾ 4 പേരും കൂടി നടത്തിക്കൊണ്ടിരുന്ന കള്ളത്തരം ഞാൻ കൈയോടെ പിടിച്ചു. അത് തന്നെ. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അയ്യോ പാവം, ഒന്നും അറിയത്തില്ല. നോക്ക്, കൊള്ളൻ. എന്താ പൊന്നു, നീ കാര്യം പറ. എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? അത് ചേച്ചി, ദേ നീ മിണ്ടി പോരുത്. പൊന്നു, ഓ, കാമുകിയെ പറഞ്ഞപ്പോ കാമുകന് പൊള്ളിയല്ലേ? പൊന്നു, നീ എന്തോ പെട്ടല്ലേ? പെട്ട്. ഭർത്താവേ, എന്നെ കാത്തോണേ. ഇവളോട് പറഞ്ഞില്ല അതും പറഞ്ഞ് ഇവൾ ഇനി എന്റെ നെഞ്ചത്ത് കയറി താണ്ഡവമാടും. അത് ശരിയാ, നീ ഒന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ. എനിക്ക് കിട്ടാനുള്ളതെല്ലാം വയറ് നിറച്ച് വാങ്ങിയിട്ടിരിക്കുക ഞാൻ. ചേച്ചി, ഞാൻ വേണ്ട, ഇനിയിപ്പോ ആരും ഒന്നും പറയണ്ട. എല്ലാം നമ്മുടെ അടുത്ത് നിന്നൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട്. എന്തായാലും എനിക്ക് എന്റെ മിത്തിന്റെ പെണ്ണിനെ ഒരുപാട് ഇഷ്ടായി. ആദ്യം ഞാനൊന്ന് ഷോക്കായെങ്കിലും ഐ ആം റിയലി ഹാപ്പി.
ഒരിക്കലും ഇവൻ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ തെറ്റാറില്ല. അതിപ്പോ നിന്റെ കാര്യത്തിലായാലും. അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നീ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഞാനതിൽ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ മാത്രല്ല, ഇവളും ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്കറിയാം. പുറമെ പറഞ്ഞില്ലെങ്കിലും പലപ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മിത്തിന്റെ പെണ്ണായിട്ട് നീ ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇപ്പൊ എന്തായാലും അത് സത്യാവാൻ പോവല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കൃഷ്ണ ഇനി മുതൽ നമ്മുടെ മിത്തിന്റെ പെണ്ണായിട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലേ. ഇതിൽ പരം വേറെ എന്ത് സന്തോഷാ വേണ്ടേ. ഇവളുടെ സങ്കടം കാണുമ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവളെ പൊന്നു പോലെ നോക്കുന്ന ആരെങ്കിലും ഒരാൾ ഇവക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇനി എന്തായാലും ആ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇവനില്ല അവളുടെ കൂടെ, അത് മതി. അപ്പോ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല? ഓക്കെയാ? ഓക്കെ അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൃഷ്ണ ആയോണ്ട് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഞങ്ങൾ ഡബിൾ ഓക്കെയാ. അതൊക്കെ ഇരിക്കട്ടെ, എന്നാലും ഇവര് 4 പേരും കൂടി ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചരട് വലി നടത്തുന്നുണ്ടെന്ന് നമ്മൾ മാത്രം അറിഞ്ഞില്ലല്ലോടി. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലല്ലേ. ആര് പറഞ്ഞു ആർക്കും ഒരു സംശയം ഇല്ലാന്ന്? സംശയം തോന്നണ്ടവർക്കൊക്കെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ ഇതെന്തോ? ഞാൻ നമ്മുടെ അമ്മയുടെ കാര്യാ പറയുന്നത്. ഇവന്റെ കൃഷ്ണയോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഇങ്ങനൊന്നും പെരുമാറത്തില്ല. പിന്നെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ആന്റിയും കൂടെ ഉണ്ടല്ലോ. ആർക്കൊക്കെ എന്തൊക്കെ മനസ്സിലായാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എന്തായാലും ഇത് രഹസ്യമായിട്ട് കൊണ്ടുനടക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എനിക്ക് ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാനായിട്ട് തന്നെ എല്ലാവരോടും ഇക്കാര്യം പറയാനിരിക്കുക. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിന് മുന്നേ സൈഡിൽ കൂടെ നിനക്കുള്ളൊരു പണി വരുന്നുണ്ട്. എന്ത് പണി? ജാൻവി, അതാ പണിയുടെ പേര്. ജാൻവിയോ? ഞാൻ രഹസ്യമായിട്ടെന്ന് അറിഞ്ഞതാ. എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്റെ പൊന്നു, നീ ഇങ്ങനെ വലിച്ചു നിട്ട് അതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇവനെ കൊണ്ട് ജാൻവിയെ കെട്ടിക്കാനുള്ള ചെറിയൊരു നീക്കം പിന്നാമ്പറത്ത് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. അമ്മയും പപ്പയും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്ന കേട്ടതാ. നിന്നോട് ഇതിനെ കുറിച്ച് പറയുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ. എനിക്ക് മുൻപേ ചെറിയൊരു സംശയം തോന്നിയായിരുന്നു. ഇപ്പൊ എന്തായാലും അത് കൺഫേം ആയി. അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് വരുമ്പോ അവക്ക് ചെറിയൊരു ഇളക്കമുണ്ട്. ഞാനത് അന്നേ നോട്ട് ചെയ്തതാ. ജാൻവിയെ ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ട് ഓടിയില്ല. അല്ലെങ്കിലും അവരൊക്കെയാണോ തീരുമാനിക്കുന്നത് ഞാൻ ആരെ കെട്ടണം ആരെ കെട്ടണ്ടാന്ന്? നിനക്ക് പേടിയുണ്ടോ? ഇല്ല. ഹലോ മിസ്റ്റർ പപ്പ, ഇവിടെ നിൽക്കുമായിരുന്നോ? സാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നാളെ ഓഫീസിൽ വെച്ച് കാണുമ്പോൾ നേരിട്ട് സംസാരിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, നീ എന്താ പറഞ്ഞേ? ഓ സോറി പപ്പ, എന്തേലും അത്യാവശ്യമുള്ള കോളായിരുന്നോ? ഏയ് അല്ലടാ, നീ പറ, എന്താ കാര്യം? അല്ല പപ്പ, ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോന്നും ചോദിച്ചതാ. ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയോ? ഓ, എന്റെ പൊന്നുമോൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഈ പപ്പ കണ്ടുപിടിക്കാൻ? ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ട്. ഇതാ പറയുന്ന ബുദ്ധിമാന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്ന പലരും മണ്ടന്മാരും പൊട്ടന്മാരും ആണെന്ന്. എന്തോന്ന്?
എടാ പൊട്ട, നിനക്ക് എന്നെ കാണണമെങ്കിൽ നീ ഞാനുള്ളിടത്ത് വന്ന് എന്നെ നോക്കണം. അല്ലാണ്ട് ഞാൻ ഇല്ലാത്തടത്ത് പോയി എന്നെ നോക്കി നിനക്ക് എന്നെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തായാലും നിനക്ക് കാണാൻ പറ്റില്ലേ? അപ്പൊ നീ ഇനി കാര്യം പറ. ആ വാ അടച്ചിട്ട് വന്ന കാര്യം പറ. എന്താണ് കുഞ്ഞുമോൻ പപ്പ ഇത്രയ്ക്കങ്ങ് അന്വേഷിക്കാൻ? അത് പിന്നെ എന്റെ ബിസി ഷെഡ്യൂൾ കാരണം ഞാൻ എന്റെ പപ്പയെ ഒരുപാടങ്ങ് മിസ് ചെയ്തായിരുന്നു. അപ്പൊ കുറച്ച് ടൈം ഒന്ന് കൂടെ സ്പെൻഡ് ചെയ്യാന്നും പറഞ്ഞ് വന്നതാ. വിശ്വസിച്ചു. ഇനി കാര്യം പറ. എന്ത് കാര്യം പറയാൻ? കാര്യം പറയടാ. അത് പിന്നെ പപ്പ ഫുഡ് കഴിച്ചായിരുന്നോ? എന്തേ, കഴിക്കണ്ടായിരുന്നോ? അല്ല, മിത നീ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാണ്ട് പറയാനുള്ള കാര്യം പറഞ്ഞേ. അത് ഞാൻ പറയാം, പക്ഷെ പപ്പ എനിക്കൊരു പ്രോമിസ് തരണം. എന്ത് പ്രോമിസ്? അത് പപ്പയുടെ അമ്മയുടെ ഇടയ്ക്ക് ഒരു രഹസ്യങ്ങളും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറയണ കാര്യം പപ്പയായിട്ട് അമ്മയോട് പറയരുത്. ടൈം ആകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പൊ കാര്യം കുറച്ച് സീരിയസ് ആണല്ലോ. എന്തേലും കള്ളത്തരം ഒപ്പിച്ചോ? അത് കള്ളത്തരമൊന്നുമല്ല, പക്ഷെ കാര്യം കുറച്ച് സീരിയസാ. പപ്പയോട് പോലും ഞാൻ പിന്നെ പറയാന്നാ വിചാരിച്ചേ. പക്ഷെ കാര്യങ്ങളുടെ പോക്ക് വെച്ചിട്ട് അത് ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവത്തില്ല. അതാ ഞാൻ ഇപ്പം തന്നെ സംസാരിക്കാൻ വന്നേ. നീ കാര്യം എന്താന്ന് തെളിച്ചു പറ. അത് ഞാൻ പറയാം, പക്ഷെ പപ്പ ഞാനിപ്പോ പറഞ്ഞ കാര്യം എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം. അത് കുറച്ച് ബുദ്ധിമുട്ടാ. എന്നാലും ഇതിപ്പോ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് പറയില്ല. പ്രോമിസ് പോരെ? ഇനി നീ കാര്യം പറ. പപ്പ, അത് 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 എനിക്കൊരു കുട്ടിയെ ഇഷ്ടം. ഞാൻ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും. പപ്പ പപ്പ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പപ്പയ്ക്കൊന്നും പറയാനില്ലേ? ഞാനെന്താ പറയാൻ? നീ ചെയ്തോ? പപ്പയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിൽ എനിക്കെന്ത് പ്രശ്നം ഉണ്ടാവാൻ? നിന്റെ ലൈഫ്, നിന്റെ ചോയ്സ്, നിന്റെ ഇഷ്ടം. അതിലിപ്പോ ഞാൻ എന്ത് പറയാനാടാ? അല്ലേ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാ നീ അത് കേൾക്കൂ? ഇല്ല. അതാ, എന്നിട്ടാ നീ വന്ന് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? എന്താടാ? അല്ല, ശരിക്കും പപ്പയ്ക്ക് ഒരു പ്രശ്നമില്ല. എന്റെ മിത്തേ, നിന്റെ ഇഷ്ടം എന്താണോ അതല്ലേ ഞങ്ങളുടെ ഇഷ്ടം. നീ ഹാപ്പി ആയിട്ടിരിക്കുക, അത് മാത്രം മതി ഞങ്ങൾക്ക്. പക്ഷെ അമ്മയ്ക്ക് ആദ്യം ചിലപ്പോൾ അവൾക്ക് വിഷമമാവുമായിരിക്കും, എതിർക്കുമായിരിക്കും. പക്ഷെ അവള് നിന്റെ അമ്മയല്ലടാ. അവളെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്ന് നിനക്കറിയത്തില്ലേ? പപ്പ, ഇക്കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് ഇപ്പം തന്നെ. നീ എന്താ അങ്ങനെ പറഞ്ഞ്? അവക്കറിയോ ഇക്കാര്യം? ഇതമ്മയ്ക്ക് അറിയില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ അമ്മയ്ക്ക് അവളോട് എന്തോ ഒരു... അവളോടോ? ഞങ്ങൾക്കറിയണ കുട്ടിയാണോ? ആരാ അത്? പറയടാ, ആരാ ആള്? ശിവ. കൃഷ്ണയോ? മിത നീ ഇത്... പപ്പ പ്ലീസ്. എടാ, നിനക്ക് അവളുടെ പ്രശ്നങ്ങളൊക്കെ അറിയത്തില്ലേ? എന്നിട്ടാണോ നീ... പപ്പ പ്ലീസ് പപ്പ, പറ്റില്ലെന്ന് മാത്രം പറയരുത്. എടാ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? പപ്പ പ്ലീസ്, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടാ. തടസ്സം നിൽക്കരുത്. അങ്ങനെ നിന്നാ എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വരും. എന്റെ മിത്ത, ഇതിന്റെ പിന്നിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിന്റെ ലൈഫ് ഫുള്ള് പ്രശ്നങ്ങളാ. അതിന്റെ ഇടയ്ക്ക് നീ കൂടി ഇനി... പപ്പ, ഞാൻ കാരണം അവളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. ഓൾറെഡി അവൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നേ. അതുകൊണ്ട് പറയുക, ആരൊക്കെ എതിർത്താലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശിവയെ വിട്ട് കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല പപ്പ. അവളുടെ കൂടെ നിന്ന് അവളുടെ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യം. സോ മിത്തിനൊരു ലൈഫ് ഉണ്ടെങ്കിൽ അത് ശിവയുടെ കൂടെ മാത്രമായിരിക്കും. നിന്നെ തിരുത്താൻ ഇനി ആരെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നീ അത് ചെയ്യും. നിന്റെ കൂടെ എന്തായാലും ഈ പപ്പയും കാണും. ഒന്നുമില്ല, ഇതൊക്കെ കഴിഞ്ഞു വന്നതല്ലേ ഈ ഞാനും. എനിക്ക് നിന്നെ മനസ്സിലാവും.
താങ്ക് യു സോ മച്ച് പപ്പ, എന്നെ മനസ്സിലാക്കിയതിന്. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞു. അതുപോലെ അവക്ക് നിന്നോട് വല്ലതും ഉണ്ടോ? സീരിയസ്ലി? നിങ്ങളിതൊക്കെ എപ്പോ? എന്തായാലും നിന്നെ സമ്മതിക്കണം, എന്റെ മോൻ തന്നെ. പിന്നെ ഇതറിയുമ്പോൾ നിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നിനക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി ആയിരിക്കില്ല കിട്ടാൻ പോവുക. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസ. എന്തായാലും നമുക്കെല്ലാം ഓക്കെ ആക്കാം. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞോളാം. നിന്റെ കാര്യത്തിൽ അവൾ എന്തൊക്കെയോ മനക്കോട്ട കെട്ടിവെച്ചിട്ടുണ്ട്. അതല്ല ഒരു നിമിഷം കൊണ്ട് തകരാൻ പോവാന്ന് അറിയുമ്പോൾ ആ പാവത്തിന് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ നീ അതൊന്ന് മനസ്സിലാക്കി നിൽക്കണം. പപ്പ പേടിക്കണ്ട, അമ്മയെ സമ്മതിപ്പിക്കാൻ നമുക്ക് അധികം സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അല്ലാണ്ട് തന്നെ അമ്മ സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അതിനുള്ളൊരു ബോംബ് എൻ്റെ കയ്യിലുണ്ട്. ബോംബോ? എടാ മിത്തെ, നീ ഇനി വല്ല കുരുത്തൊക്കെ ഇടും. പെട്ടെന്നൊരു ദിവസം വന്ന് നീ എങ്ങാനും പറയുവോ അവള് പപ്പ? അല്ല, നീ അയാളോട് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതാ. അയ്യേ, എന്തോന്നാ പപ്പ, ഞാൻ അത്രയ്ക്ക് ചീപ്പല്ല. ചീപ്പും കണ്ണാടിയൊന്നും അല്ലെന്ന് നീ ഇപ്പം പറയും. കാര്യത്തോടെടുക്കുമ്പോ നീയല്ലേ ആള്. അയ്യോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ കർത്താവേ. എന്റെ പൊന്നു പപ്പ, അതൊന്നും അല്ല. ഇനിയിപ്പൊ ഞാൻ അങ്ങനെ ചെന്നാലും അവൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആഹാ, അപ്പൊ നിനക്ക് ആഗ്രഹം ഉണ്ടല്ലേ? എന്റെ കൊച്ചു സമ്മതിക്കാത്തോണ്ടല്ലേ? അയ്യോ എന്റെ പപ്പ. ഒരു തന്തയ്ക്ക് ഒരു മകന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയുക, നോക്കിയും കണ്ടുമൊക്കെ നിന്ന വലിയ തട്ടലും മുട്ടലും ഇല്ലാണ്ട് ഞങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കെട്ടി നടത്തിത്തരാം. എന്റെ പൊന്നു പപ്പ, ഇങ്ങനെ കാടേറി ചിന്തിക്കല്ലേ. ഞാൻ പറയാൻ വന്നത് ഇതൊന്നും അല്ല. പിന്നെ എന്തുവാ നീ പറയാൻ വന്നേ? അത് പിന്നെ നിന്റെ മട്ടും ഭാവവും കണ്ടിട്ട് എന്തോ വലുത്ത് വരാനുള്ള പോലെ എനിക്ക് തോന്നുന്നേ. പറ, കേക്കട്ടെ. അത് പപ്പ, ഞാൻ ജാൻവി, അപ്പൊ നീ ഇന്ന് തന്നെ അവനോട് പറയാന്ന് തീരുമാനിച്ചോ? ഹാ മമ്മി, ഇനിയും ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോയാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. അവൻ അവളോടുള്ളൊരു ചായവുണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കൈവിട്ടാൽ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരും. അതുകൊണ്ട് അതിനു മുന്നേ ഞാൻ അവനോട് കാര്യം അവതരിപ്പിക്കാൻ പോവുക. എന്തായാലും നീ അവനോട് പറ. പക്ഷേ എനിക്കൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ മമ്മി. അല്ല, അവൻ ഒന്നാമതേ എന്നെ കണ്ടുകൂടാ. പിന്നെ എൻ്റെ മോളായോണ്ട് നിന്നെയും വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ സീതയുടെ മുന്നിൽ പോയി കരഞ്ഞു കാണിച്ചിട്ടെങ്കിലും നമുക്കിത് സെറ്റാക്കാന്നേ. നീ ധൈര്യമായിട്ടിരിക്കും. സെറ്റായില്ലേ സെറ്റാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാനാദ്യം കാര്യം ഒന്ന് അവതരിപ്പിക്കട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. ചിരിക്കല്ലേടി ചേച്ചി, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ എൻ്റെ ചൂട് ഇതുവരെ മാറിയിട്ടില്ല. സാരമില്ല, പോട്ടെ. അങ്ങനെ പോട്ടി നോക്കാൻ പറ്റത്തില്ല. ആ ഡ്രസ്സിൽ ഫുള്ള് ചെളിയും കഴുകി കളയാണ്ട് ഇന്ന് ഫുഡ് തരത്തില്ല എന്നാ അമ്മ പറഞ്ഞേക്കുന്നേ. അമ്മ അങ്ങനെ പറഞ്ഞോ? ഓ, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. എന്ത് ചെയ്യാൻ? പോയി അലക്കി വെളുപ്പിക്കാൻ നോക്ക്. പോടി ചേച്ചി, ഈ പാതിരാത്രിക്ക് എന്റെ പട്ടി അലക്കും. ഓ, എങ്കിൽ പിന്നെ നീ ഫുഡ് കഴിക്കണ്ട. ദുഷ്ടം, കണ്ണിച്ചെറിയില്ലാണ്ട് പറയുന്നത് നോക്ക്. ഇതിനെല്ലാം കാരണം ആ പരട്ടയാ. അവന് ഇനി ഒരു വട്ടം കൂടി എന്റെ കണ്ണിൽ കണ്ടാണ്ടല്ലോ, ഇങ്ങനെ തുണ്ടും ആക്കി ഞാൻ കറി വെക്കും, നോക്കിക്കോ.
ദേ കൃതി, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കല്ലേ. നിനക്ക് അമ്മയുടെ സ്വഭാവം നല്ലപോലെ അറിയാലോ. അതുമല്ല ആ സിദ്ധാർത്ഥും അറിയാം. അതാ പിന്നെ ഞാനും വേണ്ടാന്ന് വെച്ചേ. അല്ല, അവിടെ താമസക്കാർ വന്നോ? നീ അവരെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. 3 ജെൻസ് ആണെന്നല്ലേ പറഞ്ഞേ? നീ അങ്ങോട്ടേക്കൊന്നും അധികം പോവാൻ നിൽക്കണ്ടോ കേട്ടോ. ചേച്ചി, ഇത് സിദ്ധാർത്ഥിനെ അറിയുന്ന ആൾക്കാരാണോ? അല്ല ചേച്ചി, അയാൾക്ക് ഇവരെ അറിയത്തുകൂടിയില്ല. ഇതിവിടുത്തെ ബ്രോക്കർ മാമനായിട്ട് കൊണ്ടുവന്നതാ. അല്ല, അയാൾ ഇതിന് സമ്മതിച്ചോ? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അയാൾ സമ്മതിക്കാറില്ലല്ലോ. പൈസ കൂടുതൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, അയാൾ കണ്ടിട്ടുണ്ടോ ഇവരെ? എവിടുന്ന്? അമ്മ ഇവരെ കാണുന്ന കാര്യം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അപ്പം ശരി ചേച്ചി, ഞാൻ പിന്നെ എപ്പോഴേലും വിളിക്കാം. കൂടുതൽ നേരം ഇവിടെ നിന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നും. നീ ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത് അവനല്ലേ? അവനെന്താ ഇവിടെ? ഇവളോ? അല്ല, ഇവളെന്താ ഇവിടെ? താൻ എന്താണോ ഇവിടെ? അല്ല, നീ എന്താ ഇവിടെ? എന്റെ വീട്ടിൽ കയറി വന്ന് തുണി അലക്കുന്നു പോരാ, എന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ എന്താ ഇവിടെ? അപ്പൊ ഇത് നിന്റെ വീടാ? നിങ്ങളുടെ അപ്പൊ ആ താടക പറഞ്ഞ മകള് താങ്കളായിരിക്കുമല്ലേ? താടകയോ? ദാ എന്റെ അമ്മയെ പറഞ്ഞുണ്ടല്ലോ. അപ്പൊ മനസ്സിലായല്ലേ തള്ള താടകയാണെന്ന്? അല്ല വെയിറ്റ്, താനാണ് ഇവിടെ താമസിക്കാൻ വന്ന വാടകക്കാരൻ? ആണെങ്കി ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? കണ്ണി കണ്ട പറട്ടയൊക്കെ പിടിച്ച് ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പറട്ട നിന്റെ മറ്റവനാടി. ദാ എന്റെ മറ്റവനെ പറഞ്ഞുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? തന്നെ ഞാൻ ഉണ്ടല്ലോ. അല്ലേലും ഞാൻ തന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. കാത്തിരിക്കാൻ നീ എന്താ എന്റെ ഭാര്യയോ? ആടോ, ഇനി തന്റെ ഭാര്യയും കൂടെ ആവാത്ത കുറവേ ഉള്ളൂ. പാരട്ട. വരുവാ. താനെന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. തനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിശദമായിട്ട് കണ്ടോളാം. ഇപ്പൊ കുഞ്ഞുമോള് ചെല്ലാൻ നോക്ക്. ചെല്ലു. ഇതിപ്പോ ഒരു പതിവായിട്ടുണ്ടേ. റൂമിൽ കാണാഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ മിക്കവാറും നീ ഇവിടെ തന്നെ കാണുമെന്ന്. അത് കൃതി വിളിച്ചപ്പോ ഞാൻ അവളോട് സംസാരിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങ് പോരുന്നതാ. അത് ശരി. അല്ല, കൃതി കൊച്ചി വിളിച്ചിട്ട് എന്നതാ പറഞ്ഞേ? അവിടെ റെന്റിന് പുതിയ ആൾക്കാർ വന്നു എന്നാ പറഞ്ഞേ. 3 ജെൻസ് അത്രേ. അതിലൊരാളെന്തോ വയ്യാണ്ട് കിടപ്പിലാണെന്ന്. അതിനിപ്പോ തനിക്കെന്താ പ്രശ്നം? താനെന്തിനാ അതിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അത് പിന്നെ ആ ഒരാളുടെ കാര്യമൊക്കെ. പക്ഷെ ബാക്കി 2 പേര് അവിടെ അമ്മയും അവളും ഒറ്റയ്ക്കല്ലേ. കുറച്ച് പൈസ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അമ്മ എന്തും ചെയ്യും. എന്നോട് കാണിച്ച പോലെ അവളോട് കാണിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. അമ്മയോ? നിനക്കിപ്പോഴും എങ്ങനെ അവരെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നേ? അറിയില്ല, പക്ഷെ സ്ഥാനം കൊണ്ട് അവരിപ്പോഴും എൻ്റെ അമ്മ തന്നെയല്ലേ. നീ നന്നാവാൻ പോകുന്നില്ല. പിന്നെ കൃതിയുടെ കാര്യം ഓർത്ത് നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. അവൾ അവിടെ എന്തായാലും സേഫ് ആയിരിക്കും. സ്വന്തം മകളായോണ്ട് നിന്നോട് കാട്ടിക്കൂട്ടിയതൊന്നും അവളോട് അവർ കാണിക്കാൻ പോകുന്നില്ല. കാണിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി എന്താ അടുത്തത്? അല്ല, ഈ നിപ്പ് കണ്ടിട്ട് ഇനി വേറെ എന്തോ ആലോചിച്ച് കൂട്ടാൻ പോണ പോലെ ഉണ്ടല്ലോ.
അങ്ങനൊന്നുമില്ല. ഉം. എന്താ? നിനക്ക് പേടിയുണ്ടോ? എന്തിന്? ജാൻവി. ഇല്ല. അതെന്താ പേടിയില്ലാത്ത? പേടിയില്ലാത്തോണ്ട്. അതാ ചോദിച്ചേ, എന്താ പേടിയില്ലാത്തേന്ന്. പേടിയില്ലാന്നേ. ഓ ഇവള്. എന്താ? ഒന്നുമില്ല. എന്തില്ലാന്ന്? ശിവ, നീ എന്നെ വെറുതെ ബാഡ് ബോയ് ആക്കണ്ടെന്നായിരിക്കുമല്ലേ? അല്ല. പിന്നെ അത് ഞാനിപ്പോ കാണിച്ചു തരാവേ. ഹേ മുന്നത്തെ പോലെ ആരെങ്കിലും കണ്ട എന്താ? അതിന് ഒന്നുമില്ലേ? ഇല്ല. ഒന്നുമില്ലേ? എനിക്കൊന്നുമില്ല. എങ്കിൽ പിന്നെ അന്തം കരയുതേ വെക്കമുടയുതേ മുത്തം തോടുരുതേ സഖി താനെ പോയിരേനെ മാമാ കഞ്ച നാളാ മരുതേ മരുതേ ഒരേ പാർവയാലേ ഉലഹമേ സുഴലുതേ ഉന്നെ பார்த்ததாலே തെണ്ടി നശിപ്പിച്ച്. എന്താടാ? അതെ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. അതെന്ത്? അത് പിന്നെ ലൈസൻസ് കിട്ടാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. എപ്പോഴാ പെറ്റി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പെറ്റി വരാനാ? ഇങ്ങനെ പോയാൽ താമസിയാണ്ട് ഇവള് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് രണ്ടെണ്ണം. അവൻ പെറ്റിന്ന് പറഞ്ഞപ്പോൾ പെറുന്ന കാര്യമാണ് കേൾക്കുന്നത്. പെറ്റല്ലടാ, പെറ്റി. ഫൈൻ. ഓ അത് വെയിറ്റ്. അല്ല, ലൈസൻസ് കിട്ടണതിന് മുന്നേ പൊന്നുമോനും കുറേ വട്ടം വണ്ടി ഓടിച്ചിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നും നിനക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലടാ പട്ടി. അത് ഞാൻ, ഇത് ഇവള്. എൻ്റെ അനിയത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു ചേട്ടനായ എനിക്കില്ലേ. സോ ഞാൻ ഇതിന് സമ്മതിക്കത്തേയില്ല. നിന്നോട് ആരാടി പറഞ്ഞു ഇവനെ എടുത്ത് ചേട്ടൻ്റെ സ്ഥാനത്ത് വെക്കാൻ? അതുകൊണ്ടല്ലേ എനിക്ക് ഈ ഗതികേട് വന്നേ. ചിരിച്ചാ മതിയല്ലോ, ബാക്കിയുള്ളതിൻ്റെ പഞ്ഞൂടിയല്ലേ മുട്ടിയത്. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പരിഹരിക്കാന്നേ. ശരിക്കും രണ്ടുപേരും കൂടി എന്താ ഒരു രഹസ്യം പറച്ചില്? ഓ ഒന്നും ഇല്ലേ? ഇനി അതിനകത്തും വരുമോ ഇടപെടാൻ ചേട്ടൻ തേണ്ടി? എന്താണ് ഇവിടെ ഒരു പ്രശ്നം? നമ്മൾ ഇടപെടേണ്ടി വരുമോ? ഇനി നിന്റെ കൂടി ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പിന്നെ ആ കുറവ് നമുക്കങ്ങ് പരിഹരിക്കാം. ഓ പരിഹരിക്കാൻ നടക്കുന്നൊരു ചേട്ടൻ. നാണുണ്ടോ തനിക്ക്? നാണമുണ്ടോ? എനിക്കെന്ത് നാണം? തനിക്കല്ലെങ്കിലും നാണവും ഇല്ല, മാനവും ഇല്ല, ഒന്നുമില്ല. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് കട പരട്ടകൾക്ക് വണ്ടി ഓടിക്കാൻ വിട്ടുകൊടുത്തേക്കുന്നു പരട്ട ചേട്ടൻ. മ്ലേച്ചം. എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞാൻ പോവാ. ഇവനെന്താടാ? വണ്ടിയോ ലൈസൻസോ? ഞാനല്ലേലും എൻ്റെ വണ്ടി ആർക്കും അങ്ങനെ കൊടുക്കാറൊന്നുമില്ലല്ലോ. പിന്നെന്താ? ഓ അതവനൊരു തമാശ പറഞ്ഞടാടാ. തമാശയോ? അയ്യോ 10 മണിയായി, നിനക്ക് ഉറങ്ങണ്ടേ? എങ്കി വാ പോവാ. നിനക്കറിയോ, ഞങ്ങളുടെ കെട്ടിന് മുന്നേ ഞാനും നിളെ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ കണ്ട എന്നെ കൊല്ലാൻ നടന്ന കക്ഷിയായത്. ഇവനെങ്ങാനും ഞാൻ അവളുടെ റൂമിൽ കയറിയ കാര്യം അറിഞ്ഞ കർത്താവെ ആലോചിക്കാൻ പോലും വയ്യ. ഇപ്പം ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പോലും ഇവൻ നോക്കത്തില്ല. എന്നെ എടുത്ത് പഞ്ഞി കിട്ടുകളെ. സോ നിന്റെ ഇച്ചായം തണ്ടി പറഞ്ഞിട്ട് പോയ ആ കേസ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. നോക്കാം. നോക്കാന്ന്?
ഡീ ഡാ വരുന്നില്ലേ? ആ വരുവാ. അപ്പോൾ ഗുഡ് നൈറ്റ്. പിന്നെ അവൻ്റെ ഒരു സ്വഭാവം വെച്ച് കറങ്ങി തിരിഞ്ഞ് പിന്നെയും ഇവിടെ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് പറയുക, സൂക്ഷിച്ച നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ശരി. മിത്തേ, അത് നീ ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണെന്ന് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടക്കാൻ പോവായിരുന്നു. എന്താ? അത് പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. പറ, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് പറ. പിന്നെ ജാൻവി, വെറുതെ സമയം കളയാണ്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ പറ. I love you. What? മിത്തേ, I really love you. ഇത് നിന്നോട് പറയാൻ ഞാൻ കുറേ ട്രൈ ചെയ്തതാ. പക്ഷെ അതിനുള്ള സിറ്റുവേഷൻ കിട്ടാഞ്ഞത് കൊണ്ട് മാത്രം ഇത്രയും നാൾ ഹോൾഡ് ചെയ്ത് വെച്ചത്. എന്നു മുതലാണ് നിനക്ക് എന്നോട് ഇത്തരത്തിലൊരു ഫീലിങ്സ് തോന്നി തുടങ്ങിയത്? അങ്ങനെ ചോദിച്ചാൽ ഒരു 1.5 year. നീ പതിയെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് എനിക്ക് നിന്റെ റിപ്ലൈക്ക് വേണ്ടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബട്ട് എനിക്ക് പ്രശ്നമുണ്ട്. നീ ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ. മനസ്സിലായില്ല. ജാൻവി, ഞാൻ നിന്നോട് ഓപ്പണായി പറയാം, ഐ ആം കമ്മിറ്റഡ്. നീ കമ്മിറ്റഡോ? ആരാ അത്? സോറി, അതാരാണെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതോ ഇനി ഞാൻ അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഇപ്പം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവാൻ പോണില്ലല്ലോ. അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. സോ നീ അത് വിട്. പിന്നെ അവൾ ആരാന്ന് ഞാൻ ഇപ്പം പറയാത്ത എന്താന്ന് വെച്ചാൽ അതിന് എനിക്ക് എൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഞാനായിട്ട് തന്നെ നിന്നെ പരിചയപ്പെടുത്താം. എന്തായാലും എൻ്റെ മറുപടി കിട്ടിയില്ലേ? ആ സ്ഥിതിക്ക് നീ എന്നെ... ഒരു കണക്കിന് നീ ഇപ്പൊ ഇത് പറഞ്ഞത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെറുതെ നിനക്ക് വേണ്ടി കാത്തിരുന്നേനെ. എന്തായാലും പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ ഫീലിങ്സ് നിന്നോട് പറഞ്ഞില്ല എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്ക് ഉണ്ടാവില്ലല്ലോ. അത് മതി. ഈ 1.5 വർഷം കൊണ്ട് നിനക്ക് എന്നോട് തോന്നിയ ഫീലിങ്സ് ഇത്ര പെട്ടെന്ന് അടക്കി പിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തായാലും താങ്ക്സ് എന്നെ മനസ്സിലാക്കിയതിന്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ജാൻവി, അവൻ നോയെ പറയത്തുള്ളൂ നിനക്ക് അറിയത്തില്ലായിരുന്നോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ? അവൻ നോയെ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ വേറൊരു റിലേഷനിലാണെന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല. അവൻ എൻ്റെതാ, എൻ്റെത് മാത്രം. അല്ലാതെ ഏതവളെന്ന് അവൻ പറഞ്ഞില്ലേ, ആരാണെന്ന് അവൻ പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാതെ ആരാണെന്ന്. നീ പറഞ്ഞു വരുന്നത്? അവനെ ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും തട്ടിക്കളഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷിക്കണ്ട. ഇതെന്തായാലും ഒരുമാതിരി വല്ലാത്ത ചേട്ടായിപ്പോയി. ഞാൻ ആ സീതയൊന്ന് കാണട്ടെ. വേണ്ട. എന്ത് വേണ്ടെന്ന്? അവള് നമുക്ക് വാക്ക് തന്നതല്ലേ. എന്നിട്ടിപ്പോ അവര് വാക്ക് തന്നെന്നുള്ളത് സത്യ. പക്ഷെ അത് അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തിരിച്ചതെല്ലാം എനിക്ക് തന്നെ പണിയായിട്ട് വരത്തേ ഉള്ളൂ. സോ നല്ലൊരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിനുള്ളൊരു പണി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കലും മിത്തിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പണി. മമ്മിയൊന്ന് സമാധാനപ്പെടും. അവൻ എൻ്റെതാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെത് തന്നെ ആയിരിക്കും.
എന്താടോ തന്റെ ആലോചന ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതിപ്പോ കൊറേ നേരം ആയല്ലോ. എന്താണ് ഭവതി, ഞാൻ ചോദിച്ചിട്ട് ഒരു മൈൻഡ് ഇല്ലാത്ത? ഒന്നുമില്ല ചായ, ഞാൻ വെറുതെ. ഈ ഇരിപ്പ് കണ്ടാലേ പറയൂ ഒന്നുമില്ലാന്ന്. നീ കാര്യം പറ, എന്താ പറ്റിയ എന്റെ പെണ്ണിന്? അത് ഈ ചായ മിത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു പേടി തോന്നുക. അവനെന്തോ എന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലെ, എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന പോലെ. അത് നിന്റെ തോന്നലായിരിക്കും. അവൻ തന്റെ അടുത്ത് നിന്ന് എന്ത് മറച്ചു വെക്കാൻ? അല്ല ചായ, ഇതെന്റെ വെറും തോന്നൽ മാത്രമല്ല. അവന്റെ ഭാഗത്തുനിന്ന് എന്തോ എനിക്ക്. എന്താ നോക്ക് സീത, ഇതൊക്കെ നിന്റെ വെറും തോന്നല് മാത്ര. അവൻ നിന്റെ അടുത്ത് നിന്ന് എന്ത് മറച്ചു വെക്കാൻ? ഇനി അഥവാ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവനതിന് അവൻ്റെതായ എന്തെങ്കിലും കാരണങ്ങൾ കാണും. പിന്നെ എപ്പോഴത്തെയും പോലെ എല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവര് നമ്മളുടെ മക്കളായാലും അവർക്കും അവരുടേതായ പ്രൈവസിയും കാര്യങ്ങളും ഇല്ലേ? ചില കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടും ഉണ്ടോ? നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കാണ്ട് എന്നെ കുറിച്ച് കൂടി ഇടയ്ക്കൊന്ന് ആലോചിക്ക്. അല്ല, വന്ന് വന്ന് നീ എന്നെ പരിഗണിക്കുന്നത് കുറച്ച് കുറവാ. അതെന്താ ചായ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അല്ല, ഏതു നേരവും ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിരിക്കല്ലേ, അപ്പൊ പിന്നെ എന്നെ എങ്ങനെയാ ശ്രദ്ധിക്കുന്നത്? എന്തുവാ ചായ ഇതുപോലെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നേ? ഞാൻ എപ്പോഴാ നിങ്ങളെ ശ്രദ്ധിക്കാണ്ടിരുന്നേ? നീ എപ്പോഴാ എന്നെ അവസാനമായി ശ്രദ്ധിച്ചേ? അത് ഞാൻ ഇപ്പോഴും ഇച്ചായൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെന്താ? ഞാനതിന് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞേ. പിന്നെ അത് എന്താ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യ പറഞ്ഞേ? നിങ്ങളിത് പ്രായം കുറെ ആയിട്ട് നിർത്താറായില്ലേ? ആരടി പറഞ്ഞ എനിക്ക് പ്രായമായിന്ന്? എന്തേ ആയില്ലേ? 3 കുട്ടികളിൽ 2 കുട്ടികളുടെ കെട്ടും കഴിഞ്ഞ് അവർക്ക് കുട്ടികളാവാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോഴും നിങ്ങൾ ചെറുപ്പക്കാരനാണെന്നാ പറയുന്നേ? അത് പിന്നെ ഞാൻ നിന്നെ നേരത്തെ കെട്ടി നമ്മൾ നേരത്തെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തോണ്ടല്ലേ ഇപ്പൊ 3 എണ്ണം ഈ ലെവലിൽ നിൽക്കുന്നത്. ഒന്ന് താമസിച്ചൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ മക്കള് വല്ല LKG-ലോ UKG-ലോ പഠിക്കുന്ന പ്രായമേ ആവത്തുള്ളായിരുന്നു. നീ അതൊക്കെ വീട് ഇന്നത്തെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് പറ, എനിക്ക് പ്രായമായോ ഇല്ലയോ? സോറി സീത, നമുക്കിടയിൽ ഇന്നേ വരെ ഒരു രഹസ്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഐ ആം റിയലി സോറി ഡി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അപ്പോൾ നാളെ പോയാൽ ഇനി 2 ആഴ്ച കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ അല്ലേ? അതുവരെ ഞാൻ എങ്ങനെയാ നിങ്ങളെ കാണാണ്ടിരിക്കുക? കാണില്ലെന്നാരാ പറഞ്ഞ്? നമുക്ക് എപ്പോൾ വേണേലും വീഡിയോ കോൾ ചെയ്തൂടെ?
നേരിട്ട് കാണുന്ന പോലാണോ ഫോണിലൂടെ കാണുന്നത്? എൻ്റെ ശിവ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാണ് ഫോണും അതിലെ വീഡിയോ കോൾ ഓപ്ഷനും. അതൊക്കെയാണ് ശരിയാ. എന്നാലും നിങ്ങൾ എൻ്റെ കയ്യെത്തും ദൂരത്തില്ലാന്ന് ഓർക്കുമ്പോൾ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീയും വാ എൻ്റെ കൂടെ. കൂടെ വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഫാൻ ഗേൾസ് അറിഞ്ഞാൽ എന്നെ ജീവനോടെ വെച്ചേക്കൂ. അവർ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളേ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ എൻ്റെ കെട്ടിയോളാണെന്ന്. ഓ, അത്രയ്ക്കൊക്കെ വേണോ? അത് കുറച്ച് കൂടുതലല്ലേ? ഒരു കൂടുതലും ഇല്ല. ഈ കോൺസെർട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെ നമ്മുടെ കാര്യം ഒന്ന് അവതരിപ്പിക്കാൻ. உருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே உன்னை பார்த்ததாலே தங்கம் உருகுதே அங்கம் கரையுதே வெக்கம் உடையுதே முத்தம் தோடுருதே சக்கி தானே போகிறேனே மாமா கொஞ்ச நாளா. ആ പിന്നെ നിനക്ക് വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. ആ, സർപ്രൈസോ? എന്ത്? അത് സർപ്രൈസ് അല്ലേ, ഇപ്പൊ പറയാൻ പറ്റുമോ? ഞാൻ പോയിട്ട് വരട്ടെ. എന്നാലും എന്താ അത്? അതൊക്കെ ഉണ്ട്. നിന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിരിക്കും അത്. ഐ ആം ഷുവർ. ഏറ്റവും വലിയ സർപ്രൈസോ? ഇപ്പൊ പറയാതെ എന്താണ്? പ്ലീസ് പ്ലീസ്. ഷോ, അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റത്തില്ലാന്നേ. പോയിച്ചായ. ஏழு கடல் தாண்டித்தா ஏழு மலை தாண்டித்தா எங்கரத்து மச்சங்கிட்ட ஓடி வரும் மனசு. ഓ മിത്തേ, കൺട്രോൾ. അവളുടെ ഇത് തല്ലു വാങ്ങിക്കരുത്. എന്തേലും പറഞ്ഞു? അത് എന്താ പറഞ്ഞു? പിന്നെ ഞാൻ നാളെ പോയാൽ ഇനി 2 ആഴ്ച കഴിഞ്ഞല്ലേ തിരിച്ചു വരത്തുള്ളൂ. അതിന്? അപ്പൊ ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു തന്നൂടെ പ്ലീസ്. ഒന്ന് മതിയോ? 1 2 നിന്റെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും തന്നു. എനിക്ക് ഒരു പരാതിയില്ല. എവിടാ വേണ്ടേ? അത് അങ്ങനൊക്കെ ചോദിച്ചാ എവിടായാലും ഞാൻ സ്വീകരിക്കും. എന്നാലും കൂടുതലും ഇഷ്ടം ദാ ഇവിടെ തരുന്നതായിരിക്കും.